നമസ്കാരം. ഇടതുപക്ഷ ചായ്വുണ്ടായിരുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി ഇക്കഴിഞ്ഞ ദിവസം നടത്തിയത് ഒരു വലതുപക്ഷ ചായ്വുള്ള പ്രസ്താവനയായിരുന്നു. ഇതേ തുടർന്ന് നിരവധി വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി വലതുവശത്തേക്ക് ചായുന്നുണ്ടെങ്കിൽ പിണറായി സർക്കാരിന് വെള്ളാപ്പള്ളി നടേശനെ മെരുക്കുവാനുള്ള ഒരു ആയുധം കയ്യിൽ കിട്ടിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് എങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാർ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉപയോഗിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതാണ്: മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ വിജിലൻസ് അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ട മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ വിജിലൻസ് അന്വേഷണമാണ് 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എന്തായിരിക്കുമെന്നത് വളരെ നിർണായകമാണ്. അന്വേഷണ റിപ്പോർട്ട് വെള്ളാപ്പള്ളിക്ക് എതിരായാൽ അത് വലിയ തിരിച്ചടിയാണ് SNDP യോഗ നേതൃത്വത്തിനും വെള്ളാപ്പള്ളിക്കും ഉണ്ടാക്കുക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കേസിന്റെ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് K. ബാബു പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്ന അടുപ്പമാണ് ഈ കേസ് ഇത്രയും നീളാൻ കാരണമായതെന്ന അഭിപ്രായം CPM-നകത്തും പുറത്തുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി BJP അനുകൂല നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ ഇനിയും വെള്ളാപ്പള്ളിയോട് വിട്ടുവീഴ്ച ചെയ്യരുതെന്ന നിലപാടാണ് മുതിർന്ന CPM നേതൃത്വത്തിനുള്ളത്. ഈ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി അംഗീകരിച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ വെള്ളാപ്പള്ളിക്കും SNDP യോഗം ഭാരവാഹികൾക്കും നിർണായകമാകും. വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതി ചെയർമാനാക്കിയത് വലിയ അബദ്ധമായെന്ന അഭിപ്രായവും സർക്കാർ തലപ്പത്തുണ്ട്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും സ്വീകരിക്കാത്ത തരത്തിലുള്ള BJP അനുകൂല നിലപാടാണ് ഇത്തവണ SNDP യോഗം സ്വീകരിച്ചതെന്ന വിമർശനവും ഇടതുപക്ഷത്തുണ്ട്. ഇത് ആ സംഘടനയുടെ നിലപാടിന് എതിരാണെന്നാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. മൈക്രോ ഫിനാൻസ് കേസിൽ നിലവിൽ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയും യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ 2-ാം പ്രതിയും കേരള പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അതായത് KSBCDC MD ആയിരുന്ന ദിലീപ് കുമാർ 4-ാം പ്രതിയുമായിരുന്നു. കേസിൽ 3-ാം പ്രതിയായിരുന്ന SNDP മൈക്രോ ഫിനാൻസ് വിങ്ങിന്റെ സംസ്ഥാന കോർഡിനേറ്റർ KK മഹേഷിനെ 2020 ജൂണിൽ യൂണിയൻ ഓഫീസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിലും വെള്ളാപ്പള്ളിമാർക്ക് എതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നിരുന്നത്. വ്യാജ സ്വയം സഹായ സംഘങ്ങളുടെ പേരിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ശേഷം KSBCDC ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മൈക്രോ ഫിനാൻസ് പദ്ധതി വഴി പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള വായ്പ ചെറിയ പലിശയ്ക്ക് നേടുകയും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നുമായിരുന്നു പരാതി ഉയർന്നിരുന്നത്. മൈക്രോ ഫിനാൻസ് ഫണ്ടിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് വിജിലൻസ് ഇപ്പോൾ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലും പറയുന്നത്. വിവിധ ജില്ലകളിലായുള്ള 16ഓളം യൂണിയനുകളുടെ തുക വിതരണം ചെയ്തു എന്ന് കാണിച്ച് വ്യാജ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തുക തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 2003 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ 15.85 കോടി രൂപ ഇത്തരത്തിൽ KSBCDC MD-യുടെ കൂടി ഒത്താശയോടെ വിതരണം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ SNDP ചിറ്റൂർ താലൂക്ക് യൂണിയൻ, മാനന്തവാടി താലൂക്ക് യൂണിയൻ, പുൽപ്പള്ളി താലൂക്ക് യൂണിയൻ, റാന്നി താലൂക്ക് യൂണിയൻ എന്നിവയുടെ മുൻ ഭാരവാഹികൾ മൈക്രോ ഫിനാൻസ് വഴി വിതരണം ചെയ്യേണ്ട പണം സ്വന്തം ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൽ പുൽപ്പള്ളി താലൂക്ക് യൂണിയന്റെ മുൻ ഭാരവാഹികൾ 2007-ലും 2014-ലും ഫണ്ടിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഈ യൂണിയനുകളിലൂടെ വെട്ടിപ്പ് നടത്തിയ ഭാരവാഹികളും കേസിൽ പ്രതികളാകുമെന്നും വിജിലൻസ് SP ഡോക്ടർ J. ഹേമചന്ദ്രനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അന്തിമ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വെള്ളാപ്പള്ളിക്ക് വലിയ വെല്ലുവിളിയാകാനാണ് സാധ്യത. ഈ അവസരം ശരിക്കും CPM-ഉം സർക്കാരും ഉപയോഗിച്ചാൽ SNDP യോഗത്തിലെ വെള്ളാപ്പള്ളി യുഗം തന്നെ അവസാനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. നന്ദി.